ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിന് ശേഷം ശ്രീ മുരളി ഗോപിയുടെ തിരക്കഥയിൽ ശ്രീ അരുൺകുമാർ സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം തിയേറ്ററുകളിലെത്തി മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തെക്കുറിച്ച് ഫോറം കേരളത്തോട് ആദ്യമായി സംസാരിക്കുന്നത് സംവിധായകൻ ശ്രീ അരുൺകുമാർ. നമസ്കാരം അരുൺ. നമസ്കാരം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? അതുപോലെ തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയുണ്ട്? വളരെ നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. വളരെ നല്ലതെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഒരു ഹ്യൂജ് റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്നും. അതുപോലെ തന്നെ പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസും അതുപോലെ വളരെ സന്തോഷം ഉണ്ടാകുന്ന റെസ്പോൺസ് ഉണ്ട്. കാരണം അവരെല്ലാവരും എക്സൈറ്റഡ് ആണ് സിനിമ കണ്ടിട്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളത് മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള പ്രേക്ഷകരാണ്. അപ്പോൾ അവർക്ക് നല്ല സിനിമകൾ അവരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവർ എക്സൈറ്റഡ് ആവും. അപ്പോൾ ആ രീതിയിൽ വളരെ മികച്ച പ്രതികരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ആദ്യ 2 ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ ശൈലി അല്ലെങ്കിൽ പ്രമേയപരമായിട്ടും കഥാപാത്രങ്ങളുടെ കാര്യമെടുത്താലും ഒക്കെ തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം. ഒരു സിനിമയുടെ വിജയത്തിന് അതിന്റെ തിരക്കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് അടിവരയിടുന്ന ചിത്രം കൂടിയാണിത്. എന്തു പറയുന്നു അതിനെ കുറിച്ച്? വളരെ കെട്ടുറപ്പുള്ളൊരു തിരക്കഥയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന്റേത്. അതുകൊണ്ട് തന്നെ അതിന്റെ തീമാണെങ്കിൽ പിന്നെ ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മള് പുതിയൊരു നറേറ്റീവ് സ്റ്റൈലാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെയാണ് എന്റെ ഇതിനു മുമ്പുള്ള ചിത്രങ്ങളിൽ നിന്നുള്ള വ്യത്യാസം. ഇപ്പോൾ കോക്ടെയിൽ എടുത്താണെങ്കിലും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണെങ്കിലും രണ്ടും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റും വ്യത്യസ്തമായ രീതിയിലാണ് കഥ പറഞ്ഞു പോയത്. അതുപോലെ തന്നെ അതിൽ ആ 2 ചിത്രങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന്റെ നറേറ്റീവ് സ്റ്റൈൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ശരിക്കും ഒരു പുതുമ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പുതുമയേറിയ ഒരു നറേറ്റീവ് സ്റ്റൈൽ. ഈ ചിത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ഈ ചിത്രത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയമായ ഈ ചിത്രം അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നു. അത്തരം അഭിപ്രായങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത്തരം അഭിപ്രായങ്ങൾ ഇപ്പോൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഓരോ പ്രേക്ഷകർക്കും ഓരോ രീതിക്കാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചാണ് അവരുടേതായ അഭിപ്രായങ്ങൾ അവരറിയിക്കുന്നത്. ഒരു ഭാഗം ഒരു പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ്. പ്രധാനമായും 3 കഥാപാത്രങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതിൽ റോയ് ജോസഫ് ഉണ്ട്, PK ജയനും സഹദേവനും. അപ്പൊ ഇതില് സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന്റെ പ്രമേയത്തിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന്റെ സിനിമയിൽ രാഷ്ട്രീയം ഒരു ഭാഗമാണ്. അപ്പൊ അത് കണ്ടിട്ട് അവർക്ക് റിഫ്ലക്ട് ചെയ്യുന്ന അതാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു 95 എന്ന് പറയാൻ പറ്റില്ല, ഒരു 98% ഓഫ് ആളുകളും പ്രേക്ഷകരും ഇത് കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള അവരുടെ ഇന്നത്തെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അല്ലാതെ അതിനൊരു രാഷ്ട്രീയ ചിത്രമായിട്ടോ ഒന്നും അതിനെ കാണുന്നില്ല. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടുള്ള പോലെ ഉള്ള കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല. അത് പ്രേക്ഷകർ തന്നെയാണ് അത് അഭിപ്രായപ്പെടുന്നത്. ഇപ്പൊ താങ്കൾ ഇങ്ങനെ ഇപ്പോൾ മിക്ക സിനിമകളും തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന പോലെ ഈ ചിത്രത്തിലെ കഥയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എന്ന് അങ്ങനെ പറയാമെങ്കിൽ കൂടി ഈ ചിത്രത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സഹദേവൻ എന്ന കഥാപാത്രത്തിന് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ നേതാവിന്റെ ശ്രീ പിണറായി വിജയന്റെ ഒരു ഛായ ഉണ്ട് എന്നുള്ള നിലയിലാണ് വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ സംസാരിക്കുന്ന ഒരു ചിത്രം, അതുപോലെ തന്നെ ശ്രീ VS അച്യുതാനന്ദൻ എന്റെ ഛായയുടെ ഒരു കഥാപാത്രം കടന്നു വരുന്നു. അപ്പോൾ ഇത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഒന്നടങ്കം കരുവാരി തേക്കുന്ന തരം ഒരു സമീപനം താങ്കൾ ഈ ചിത്രത്തിൽ പുലർത്തി എന്നുള്ളതാണ് വിമർശനം. എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? അല്ല, അങ്ങനെ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം ഇത് ഒരു സിനിമ മാത്രമാണ്, വർക്ക് ഓഫ് ഫിക്ഷൻ. അപ്പൊ അതില് ആരെയും ഒരു പാർട്ടിയെയും കരിവാരി തേക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായി ആരെയും കരിവാരി തേക്കാനോ ഒന്നും ഇതിൽ ശ്രമിച്ചിട്ടില്ല. ഇതിലെ സിമിലാരിറ്റീസ് എന്നൊക്കെ പറയുന്നത് അത് അവർക്ക് അവരുടെ
എന്താ പറയാ, അവർക്ക് സിനിമ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഐഡിയാസുള്ള റിഫ്ലക്ഷൻസ് മാത്രമാണ്. അതല്ലാതെ ഇതിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു ഇത് ഒരു സിനിമ മാത്രമാണ്. ഇത് എല്ലാവരും കാണേണ്ട ഒരു ഒരു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് മീഡിയമാണിത്. അപ്പൊ അതിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. അപ്പം അത് 3 വ്യക്തികളുടെ കഥ. 3 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ചെറുപ്പകാലത്ത് അവരനുഭവിച്ച കാര്യങ്ങളും അവരുടെ ശരികളും അവർ അതിൽ നിന്ന് വളർന്നു വരുമ്പോൾ അവർ കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ അവരുടെ അനുഭവങ്ങൾ കൊണ്ടുള്ള അവർ പഠിക്കുന്ന കുറെ കാര്യങ്ങളാണ് അവരുടെ കാഴ്ചപ്പാട്. അതിലെ ശരികൾ, ഒരുപാട് ശരികളുടെ സിനിമയാണത്. അതല്ലാതെ ഈ പറഞ്ഞ വിമർശനത്തിന് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. ഞാൻ അതിനോട് പ്രതികരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എടുത്തത് ഒരു സിനിമ മാത്രമാണ്. അത് സിനിമ പോലെ കാണാൻ കഴിയണം എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫീഡ്ബാക്സിലും. എനിക്ക് പറയാനുള്ളതാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫീഡ്ബാക്സിലും അത് തന്നെയാണ്. എനിക്ക് വളരെ വ്യക്തമായി ആളുകൾ ആ സിനിമ എൻജോയ് ചെയ്യുകയും അതിലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഈ പറഞ്ഞ 2 കഥാപാത്രങ്ങൾ മാത്രമല്ല, അങ്ങനെ ആ സിനിമ മുഴുവൻ അത് മാത്രമായിരിക്കണ്ടേ? അതേ അല്ല, ഇവരെ കാട്ടിയും ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ, അങ്ങനെ ഒത്തിരി ലൈഫ് ഉണ്ട് അതിനകത്ത്. സംവിധായകൻ എന്ന നിലയിൽ എന്തുകൊണ്ട് ഈ ചിത്രം കാണണം എന്നാണ് പ്രേക്ഷകരോട് താങ്കൾ പറയുന്നത്? എനിക്ക് പ്രേക്ഷകരോട് പറയുന്നത്, സംവിധായകൻ നിലയ്ക്ക് ഈ ചിത്രം കാണണമെന്ന് പറയേണ്ടത്, ഈ ചിത്രം നിങ്ങളുടെ ലൈഫിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാട്. റെവല്യൂഷൻ ഈസ് ഹോം മെയ്ഡ് എന്നാണ് ഞാൻ ഇതിന്റെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് തന്നെയാണെങ്കിലും, എന്ത് ചിന്താഗതിയും, ഇന്നത്തെ സോഷ്യൽ സർക്കംസ്റ്റൻസസ് അതൊരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു 4-5 പേരിലോ അടങ്ങുന്നില്ല. ഓരോ കുടുംബത്തിലും അതിൻ്റെതായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ സെനാറിയോ എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ഓരോ പ്രേക്ഷകരോട് കാണുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് അവൻ ചുറ്റും കാണുന്നു, അല്ലെങ്കിൽ അവൻ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ആ അവൻ ചുറ്റും കാണുന്ന ക്യാരക്ടറിൽ കൂടി ഈ ക്യാരക്ടറുകളിൽ നിന്ന് ഈ സിനിമയിൽ നിന്നും അതിന്റെ റിഫ്ലക്ഷൻസ് വരുന്നു. അതിനുവേണ്ടി ഈ സിനിമ കാണാം. എന്താണ് താങ്കളുടെ പുതിയ പ്രൊജക്ട്? താങ്കൾ നിർമ്മാണ രംഗത്തേക്കും കടക്കുന്നു എന്ന് കേട്ടിരുന്നു. പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് പറയാമോ? ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ മാസം അവസാനമാണ് അതിന്റെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സംവിധാനം ചെയ്യുന്നത് ശംഭു എന്ന് പറയുന്ന പുതിയ ഡയറക്ടറാണ്. ഫസ്റ്റ് ടൈം ആണ് അത് ഡയറക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ സംവിധാനം ചെയ്യാമെന്ന അടുത്ത സിനിമ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് ഫഹദ് ഫാസിലും മുദ്ലിക് ഗോപിയാണ് അതില് ലീഡ് ക്യാരക്ടർ. ബാക്കി കാസ്റ്റിംഗ് നടന്നു വരുന്നതേ ഉള്ളൂ. അത് എഴുതുന്നത് ജയമോഹനാണ്. അങ്ങാടിത്തെരു, കടൽ, ഒഴിമുറിയിലൊക്കെ എഴുത്തുകാരൻ ജയമോഹനാണ് എന്റെ. വളരെയധികം നന്ദി. നമസ്കാരം ശ്രീ മുരളി ഗോപി. നമസ്കാരം. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ചിത്രത്തിന് ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ലഭിക്കുന്നത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. വളരെ മികച്ച ഒരു തിരക്കഥ, അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥാരചന? ഇതിന്റെ ബേസിക് തീം എന്ന് പറയുന്നത് തീക്ഷ്ണമായ ബാല്യകാല അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ദീപം കൊളുത്തി മുന്നേറുന്ന 3 വ്യക്തിത്വങ്ങളുടെ കഥയായിട്ടാണ് ആദ്യം ഇത് രൂപപ്പെട്ടത്. മനസ്സിൽ 3 വ്യക്തികൾ കാലത്തിന്റെ 3 കോണുകളിൽ നിന്നും പുറപ്പെട്ട് വർത്തമാനകാലത്ത് കൂടിച്ചേരുന്നതിന്റെ കഥയായിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് ഓഫ് ആദ്യം എന്റെ മനസ്സിൽ വന്നു വീഴുന്നു. കൈതേരി സഹദേവൻ, റോയ് ജോസഫ്, ടി കെ ജയൻ എന്ന ഈ 3 കഥാപാത്രങ്ങളുടെയും കൂടിച്ചേരൽ, ഇതായിരുന്നു ആദ്യത്തെ ബീജം. പിന്നെ ചുവപ്പ് എന്ന നിറം ഇതിന്റെ ഒരു തീമാറ്റിക് കളറായിട്ടും മനസ്സിലാദ്യം രൂപപ്പെട്ടിരുന്നു. ചുവപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുവപ്പിന് ഒരുപാട് അർത്ഥങ്ങൾ കൊടുക്കാം. ചുവപ്പ് പ്രതിഷേധത്തിന്റെ നിറമാണ്, ചുവപ്പ് പ്രതികാരത്തിന്റെ നിറമാണ്, ചുവപ്പ് ദേഷ്യത്തിന്റെ നിറമാണ്, കോപത്തിന്റെ നിറമാണ്, ചുവപ്പ് പനിനീർപ്പൂവിന്റെ നിറമാണ്. ചുവപ്പിന് ഐഡിയോളജിക്കലായിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്.
അങ്ങനെ ഒരുപാട് തലങ്ങളുള്ള ഒരു നിറത്തിനെ ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ബേസിക് പ്രിമൈസ്. ഈ 3 ബാല്യകാലങ്ങൾ 3 തരം തീക്ഷ്ണാനുഭവങ്ങളിലൂടെ തുടങ്ങി. ചുവപ്പിന്റെ 3 വെർഷൻസിലൂടെ തുടങ്ങി. ചുവപ്പിലൂടെ യാത്ര ചെയ്ത് ചുവപ്പിന്റെ പല വ്യതിയാനങ്ങളിലൂടെ സഞ്ചരിച്ച് 3 ചുവന്ന ബിന്ദുക്കളായി ഒരുമിച്ച് ചേരുന്ന കഥയാണ് ലെഫ്റ്റ് ലെഫ്റ്റ് പറയുന്നത്. അതാണ് അതിന്റെ തീം ബേസിക്കലി. അതായിരുന്നു അതിന്റെ ചലഞ്ച്. ഈ തീമാറ്റിക് കളറിനെയും ഇതിന്റെ ബേസിക് പ്രിമൈസിനെയും, അതായത് ചൈൽഡ്ഹുഡ് ഇംപ്രഷൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു, വ്യക്തിയുടെ സ്വഭാവ നിർണയത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നൊക്കെയുള്ള ആലോചനകൾ ആണ് ലെഫ്റ്റിന്റെ ഉള്ളടക്കം. അത് തന്നെയായിരുന്നു എന്റെ ചലഞ്ച്. ഞാൻ അരുണിനോട് ചോദിച്ച ചോദ്യം താങ്കളോട് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും. കാരണം ഈ അടുത്ത കാലത്തെന്ന ചിത്രത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം. ഈ അടുത്ത കാലത്തെന്ന ചിത്രം ഇറങ്ങിയപ്പോൾ ആ ചിത്രത്തിന് വളരെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. പക്ഷേ അതിലെ ഒരു കഥാസന്ദർഭം ചില കോണുകളിൽ നിന്ന് എങ്കിലും വിമർശനങ്ങൾക്കിടയാക്കി. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് അറിയാവുന്നതുപോലെ ആ ചിത്രത്തിലെ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു പരിശീലന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു കഥാപാത്രം നിസ്സഹായാവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു രംഗം. താങ്കൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ നൽകുകയുണ്ടായി. തിരുവനന്തപുരത്തെ ഒരു സായാഹ്നത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു രംഗം അത് ഞാൻ ആ സിനിമയിൽ കാണിച്ചു, അല്ലെങ്കിൽ ആ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയെന്നാണ് താങ്കൾ അതിന്റെ ഒരു വിശദീകരണം നൽകിയത്. അത് കഴിഞ്ഞപ്പോൾ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം, താങ്കൾ ഇപ്പോൾ ചുവപ്പ് എന്ന നിറത്തിന്റെ വിവിധ അർത്ഥതലങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി. കോപം അല്ലെങ്കിൽ പനിനീർപ്പൂവിന്റെ നിറം എന്നൊക്കെ താങ്കൾ പറയുകയുണ്ടായി, പ്രതികാരം, പ്രതിഷേധം ഒക്കെ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആണ് ചിത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഒരു സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ട താങ്കൾ ഈ ചിത്രത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് ഒരു വിഭാഗം നിരൂപകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് താങ്കൾക്ക് ഇതിനോട് എങ്ങനെയാണ് തിരക്കഥാകൃത്ത് നിലയിൽ താങ്കൾ പ്രതികരിക്കുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയും ചെയ്ത ഒരു സിനിമയല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിയോടും അതിനോട് വളരെയധികം ബഹുമാനമുള്ള ആളാണ് ഞാൻ. ചുവപ്പിനോടും റെഡ് സല്യൂട്ടിനോടും അത്യധികം ബഹുമാനത്തോടുകൂടി എടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇതില് ഈ മറ്റു പറഞ്ഞ ഈ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ചുമ്മാ എടുത്ത് കല്ലെടുത്ത് എറിയുന്ന ഒരു സമയമാണിത്. ആരെ എന്ത് പറയുന്നു എന്ന് നോക്കാതെ, അല്ലെങ്കിൽ പൂർണ്ണമായ ചിത്രം കാണാൻ കൂട്ടാക്കാതെ നമുക്കിഷ്ടമുള്ളത് മാത്രം ചികഞ്ഞെടുത്ത് കാണുകയും അതിൽ നമുക്കിഷ്ടമുള്ള അർത്ഥങ്ങൾ മാത്രം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾ പറയുന്ന അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. പൂർണ്ണമായ ചിത്രം കാണാൻ ശ്രമിച്ചാൽ, നമ്മൾ കാണിച്ച പൂർണ്ണമായ ചിത്രം കാണാൻ ശ്രമിച്ചാൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഒരു മനുഷ്യന്റെ വീക്ഷണകോണിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമയാണ്. ഇതില് പ്രത്യേകിച്ച് ആരെക്കുറിച്ചോ ഒരു വ്യക്തികളെ കുറിച്ചോ ഒന്നും പരാമർശിക്കപ്പെടുന്നില്ല. ഇതൊരു ടോട്ടൽ വർക്ക് ഓഫ് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ പറയുമ്പോഴും ഒരുപക്ഷെ ചില കഥാപാത്രങ്ങൾക്ക് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ഛായ വരുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ചിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു എന്ന കാര്യം മുൻനിർത്തിയാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. അല്ല, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ ആരോപണങ്ങളെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ചുമതല കൂടി എനിക്കുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. എന്റേതായ രീതിയിൽ പ്ലേസ് ചെയ്യാൻ ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ആരോപണങ്ങൾ ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. ഞാൻ ആരോപണങ്ങൾ സാധൂകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാനത് സാധൂകരിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് വ്യക്തികൾ വ്യക്തികൾക്ക് ഓരോ കാഴ്ചപ്പാടിനും ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഇതിലെ കഥാപാത്ര രൂപീകരണം ഉണ്ടായിട്ടുള്ളത്. ഇതിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് സാമ്യം എന്നുള്ളത് കണ്ടെത്തി അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം
ഓരോ കാഴ്ചപ്പാടിനും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെ സമീപിച്ചാൽ ആ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് വ്യക്തി എന്ന് മാത്രമേ മനസ്സിലാക്കാൻ ഈ സിനിമയിലൂടെ സാധിക്കൂ. ഇതിന്റെ മറ്റൊരു വശം ഒരുപക്ഷെ ഈ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ഉള്ള ഒരു വിലങ്ങുതടി എന്നുള്ള നിലയിലാണോ ഇത്തരം പ്രതിഷേധങ്ങളെ താങ്കൾ കാണുന്നത്? ഒരുപക്ഷെ ഇതിനു മുൻപും ഇത്തരം ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാവാവുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഭയക്കേണ്ട കാര്യവുമില്ല, അതിനെ ഇല്ലാതാക്കേണ്ട കാര്യവുമില്ല. വിമർശനങ്ങൾ വരണം, വിമർശനങ്ങൾ വരട്ടെ. അത് അതിന്റേതായ ആരോഗ്യകരമായ സിറ്റുവേഷൻസിൽ അത് നടപ്പിലാക്കിക്കൊള്ളട്ടെ എന്നതാണ്. എനിക്കിതുവരെ യാതൊരു തരത്തിലുള്ള ഉപദ്രവം തോന്നിക്കുന്ന ഒരു സാധനവും ഉണ്ടായിട്ടില്ല, ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. വിമർശകർ നല്ലത് തന്നെയാണ് ഒരു സമൂഹത്തിന്, ആരോഗ്യകരമായ ഒരു ട്രെൻഡ് തന്നെയാണ് വിമർശനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിന്റെ തിരക്കഥ താങ്കൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ നേടിത്തന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ താങ്കളുടെ ഉത്തരവാദിത്വം കൂടുകയാണോ? എങ്ങനെയാണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് ഉള്ള സ്വയം ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ പുതിയ ഇനി അടുത്ത ചിത്രങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം കൂടുതൽ ഉത്തരവാദിത്വം താങ്കളെ ഏൽപ്പിക്കുന്നു? ഞാൻ ഓരോ എന്റെ ഓരോ ക്രിയേറ്റീവ് വർക്കിനെയും ഞാൻ സമീപിക്കുന്നത് വളരെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ്. ഓരോന്നും പുതിയ ചലഞ്ചാണ്, ഓരോന്നും പുതിയ വാതായനങ്ങൾ തുറക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അതിനെ എല്ലാത്തിനെയും ഒരു തുടക്കക്കാരന്റെ മനസ്സോടുകൂടിയും അത്രത്തോളം തന്നെ വിനയത്തോടും കൂടിയുമാണ് ഞാൻ സമീപിക്കുന്നത്. അതുകൊണ്ട് പ്രഷേഴ്സ് ഇല്ല, എനിക്ക് വളരെയധികം ചലഞ്ചസ് ഉണ്ട് തന്നെ. താങ്കൾ ഒരു മികച്ച തിരക്കഥാകൃത്ത് എന്നതിനൊപ്പം ഒരു നല്ല നടൻ കൂടിയാണെന്ന് ഇതുവരെയുള്ള കഥാപാത്രങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഈ അഭിനയം, തിരക്കഥാരചന, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏതാണ് താങ്കൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇത് രണ്ടും വളരെ ആകസ്മികമായി എന്നിൽ വന്നു ചേർന്നിട്ടുള്ള രണ്ട് സംഗതികളാണ്. ഞാൻ ഒരിക്കലും ഒരു തിരക്കഥാകൃത്താവുമെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഡ്രീം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു നടനാവുമെന്നും ഞാൻ അങ്ങനെ കണ്ട് സ്വപ്നം കണ്ടിരുന്നില്ല. ഇത് രണ്ടും ആയി തീർന്നതാണ്. നടനാവുമ്പോൾ നടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നു ഞാൻ. എഴുതുമ്പോൾ എന്റെ ഫുൾ ഫോക്കസും എഴുത്തിലാണ് എന്നുള്ളത് ഒഴിച്ചാൽ ഇതിലേതാണ് നല്ലതെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ഇത് രണ്ടും ഞാൻ എനിക്ക് എന്റെ കഴിവിന്റെ പരമാവധി ഞാനിതിന് രണ്ടിനും കൊടുക്കുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ രണ്ട് ജോലികളെയും ഞാൻ സമീപിക്കുന്നു എന്നത് മാത്രം. താങ്കൾ പുതുതായിട്ട് തിരക്കഥ എഴുതുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഇനി അഭിനയിക്കുന്ന പുതിയ ചിത്രങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാനിപ്പോ കാഞ്ചി എന്നൊരു സിനിമയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയാക്കിയ കന്യക ടോക്കീസ് എന്നൊരു സിനിമയുണ്ട്. അത് കഴിഞ്ഞ് അരുൺകുമാർ അരവിന്ദ്, ജയമോഹൻ ടീമിന്റെ ഒരു സിനിമയിൽ ഫഹദ് ഫാസിലും ഞാനും പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തിരക്കഥയിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് രാജേഷ് പിള്ള സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ, ശ്രീ മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലൂസിഫർ എന്ന സിനിമയായിരിക്കും. അത് അടുത്ത വർഷം തുടക്കത്തിലുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആ ചിത്രത്തെ കുറിച്ച് കേട്ടത് വളരെ വളരെ രസകരമായ ഒരു കഥാപാത്രം, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ലൂസിഫർ എന്ന ചിത്രത്തിന് ഉണ്ടാവുക എന്നാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ കഴിയുമോ? ഓരോ തവണയും പുതിയ കണ്ടിട്ടില്ലാത്ത പുതിയ തരം പ്രോജക്ട്സിലോട്ട് കയറണമെന്നാണ് എന്റെ ആഗ്രഹം. പുതിയ തരം കഥകളിലേക്കും പുതിയ തരം വിഷ്വൽ എക്സ്പീരിയൻസസിലോട്ടും പുതിയ തരം നറേറ്റീവ്സിലോട്ടും ഓരോ തവണയും കാലെടുത്ത് വെക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്തിൽ നിന്നും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം ലൂസിഫറിലൂടെ നൽകാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ അത്രത്തോളമേ എനിക്ക് പറയാൻ പറ്റൂ. ബാക്കി അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് നിശ്ചയിക്കേണ്ടത്. വളരെയധികം നന്ദി ശ്രീ മുരളി ഗോപി. താങ്കളുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം വലിയ വിജയമാകട്ടെ. അതുപോലെ
താങ്കൾ തിരക്കഥ എഴുതുന്ന ചിത്രങ്ങൾ, താങ്കൾ അഭിനയിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ അംഗീകാരം നേടട്ടെ.